എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ സതി, BMS DSM. ഇന്നത്തെ നമ്മുടെ വിഷയം കറുക പുല്ലിനെ കുറിച്ചാണ്. ഇതെല്ലായിടത്തും വ്യാപകമായിട്ട് കാണുന്ന ഒരു ദശപുഷ്പങ്ങളിലെ ഒന്നാമത്തെ സസ്യമാണ് കറുക. ഇത് വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ബലി ഹോമാദികൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഗണപതി ഭഗവാന് മാല ചാർത്തുന്നതിന് ഈ കറുകപ്പുല്ലാണ് ഉപയോഗിക്കുന്നത്. വളരെ പവിത്രമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. പുൽച്ചെടികളിൽ രാജാവാണെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി രോഗങ്ങൾക്ക് ഈ കറുകപ്പുല്ല് ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ദശപുഷ്പങ്ങളിലെ എല്ലാ മരുന്നുകളും ഉപയോഗിക്കുമെങ്കിലും ഏറ്റവും പ്രാധാന്യം കറുകയ്ക്ക് തന്നെയാണ്. ഏറ്റവും ഗുണമുള്ളതും കറുകപ്പുല്ല് തന്നെയാണ്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സൈനോഡൻ ഡാക്ടിലിയോൺ എന്നാണ്. സംസ്കൃതത്തിൽ ദൂർവ, അനന്ത, ശതപർവ, സഹസ്രവീര്യ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ തമിഴിൽ അർഗൻ പുല്ലെന്ന് പറയും. ഇംഗ്ലീഷിൽ ബർമൂഡ ഗ്രാസ് എന്ന് പറയും. ഇത് സാധാരണ ഇത് പുൽത്തകടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ചവിട്ടി നടക്കുന്നത് ആരോഗ്യപ്രദമാണെന്നാണ് പറയുന്നത്. അപ്പം ആയുർവേദ രീതിയ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ശരീരത്തിൻ്റെ ചുട്ടുനീക്കത്തെ കുറയ്ക്കുന്നു. അതായത് പിത്തദോഷത്തെ കുറയ്ക്കുന്നതാണ്. പിത്തദോഷം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ചൂട് അധികമായിരിക്കും, അതുപോലെ ചുട്ടുനീക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ കുറയ്ക്കുന്നതിന് വളരെ നല്ലൊരു ഔഷധമാണിത്. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ചൊറി, ചെരങ്ങ മുതലായവ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ കറുകപ്പുല്ലും മഞ്ഞളും കൂടി അരച്ച് തേച്ചാൽ നല്ല ശമനം ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിലെ ദൂർവാദി കേരം, ദൂർവാദി വെളിച്ചെണ്ണ എന്നൊരു മരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കണ്ടന്റ് ഈ കറുകപ്പുല്ലാണ്. അപ്പോൾ അത് എല്ലാ ത്വക്ക് രോഗങ്ങൾക്കും പുരട്ടാം. വിശേഷിച്ച് ഈ കാലിന് കീഴ്പോട്ട് ചൊറിച്ചിലുണ്ടാവുന്ന എക്സിമ പോലത്തെ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തലയിൽ താരനും പുരട്ടാം ദൂർവാദി കേരം. പിന്നെ ഈ ഔഷധം സ്തംഭനമാണെന്ന് പറയും. സ്തംഭനം എന്ന് വെച്ചാൽ രക്തസ്രാവത്തെ കുറയ്ക്കുന്നു, തടഞ്ഞു നിർത്തുന്നു. അതായത് സ്ത്രീകളിൽ ആർത്തവസമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാവുന്നു, അതിനെ കുറയ്ക്കുന്നതിന് വളരെ നല്ലൊരു മരുന്നാണിത്. അതുപോലെ പെൺകുട്ടികൾക്ക് ഈ വെള്ളപ്പൊക്കമുള്ള ലുക്കേറിയുള്ള കുട്ടികൾക്കും കൊടുക്കാം. പിന്നെ ചില സ്ത്രീകളിൽ ഗർഭിണിയാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അബോർഷൻ ഉണ്ടാവണം, അവർക്ക് ഈ കറുകാനീര് കഴിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. പിന്നെ ബ്ലീഡിങ് പൈൽസ്, അതായത് രക്താർസിസ്, മൂലക്കുരുവുള്ളവർക്ക് രക്തം പോകുന്നതിന് കറുക നീര് കുടിച്ചാൽ വളരെ പ്രയോജനമാണ്. പെട്ടെന്ന് തന്നെ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ണിന് ചുവപ്പുണ്ടാവുക, കണ്ണിന് വെള്ളം വരിക, കണ്ണിൻ്റെ എല്ലാ അസുഖത്തിനും ഇതുകൊണ്ടൊരു മരുന്ന് ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. ദൂർവാഹൃതം എന്ന് പറയും. ദൂർവാദി ഹൃതം. അത് കണ്ണിൻ്റെ എല്ലാ രോഗങ്ങൾക്കും അത് ഇപ്പോൾ കണ്ണിന് ചതവ്, മുറിവ് ഒക്കെ പറ്റുകയാണെങ്കിൽ ഈ ദൂർവാദി ഹൃതം വെച്ച് ബാൻഡേജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത് 2 തുള്ളി വീതം കണ്ണിൽ ഇരിക്കാറുണ്ട്. അത് ആയുർവേദത്തിൽ നല്ലൊരു മരുന്നാണത് കണ്ണിന്. കൂടാതെ പല്ലിന് നല്ല ബലം ഉണ്ടാകുന്നതിന്, മോണയിൽ നിന്നൊക്കെ രക്തം വരുന്നതിന് ഇതിൻ്റെ ഇല നമ്മൾ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാം. പിന്നെ ഇതിൻ്റെ നീര് കഴിക്കുകയും ചെയ്യാം. അതുപോലെ ഈ ചൂട് കൂടിയിട്ട് ചില ആളുകൾക്ക് മൂക്കിൽ നിന്നൊക്കെ രക്തം ശ്രവിക്കാറുണ്ടല്ലോ, അവർക്ക് ഈ കറുകനീര് 2 തുള്ളി വീതം 2 മൂക്കിൽ ഇട്ടിക്കുകയും അത് തന്നെ അരച്ച് പേസ്റ്റാക്കിയിട്ട് കളം വയ്ക്കാം. അത് തന്നെ ഉള്ളിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അത് പെട്ടെന്ന് തന്നെ ആ രക്തസ്രാവം അതുകൊണ്ട് തന്നെ
മാർപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ ഇത് വ്രണരോഗമാണ്. വ്രണരോഗം എന്ന് വെച്ചാൽ അൾസർ, വയറിൽ അൾസറൊക്കെ എന്തെങ്കിലും ഇത് നീര് കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഉണങ്ങാത്ത മുറിവിനൊക്കെ ഇത് നല്ല വെള്ളം തൊടാതെ അരച്ചിട്ട് വച്ച് കെട്ടിയാലും മതി. അപ്പോൾ ഈ വ്രണങ്ങൾ ഉണങ്ങുന്നതിന് വളരെ വിശേഷ സ്വഭാവമുണ്ട് കറുകപ്പുല്ലിന്. പിന്നെ ലഘു സ്നിഗ്ധമാണ്, അതായത് ശരീരബലത്തെ ഏറ്റവും കൂട്ടുന്ന ഒരു ദ്രവ്യമാണിത്. മസ്തിഷ്ക രോഗങ്ങളിൽ, ഉന്മാദം, അപസ്മാരം എന്നീ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. നാഡീ ഞരമ്പുകൾക്ക് നല്ല ബലം കിട്ടുന്നതിന് ഇതിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. അൽഷിമേഴ്സിനൊക്കെ കൊടുക്കാം. അതുപോലെ ഈ പാർക്കിൻസൺസ് ഡിസീസ്, വിറവാദം എന്ന് പറയും, അത് സാധാരണ അതിന് മരുന്ന് കുറവാണ്. ഈ കറുകപ്പുല്ലിൻ്റെ നീര് കഴിച്ചിരുന്നാൽ അതിന് നല്ല മാറ്റം വരുന്നതായി കണ്ടിട്ടുണ്ട്, പാർക്കിൻസൺസ് ഡിസീസ്. കൂടാതെ ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസുഖങ്ങളെ മാറ്റുന്ന ഒരു സസ്യമാണ് ശരിക്കും ഈ കറുകപ്പുല്ല്. അതായത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നു. ഈ മന്ദബുദ്ധികളായ കുട്ടികളില്ലേ, അവർക്ക് ഇതിൻ്റെ നീര് കുറച്ച് പാൽ ചേർത്തോ അല്ലെങ്കിൽ തേനോ കൽക്കണ്ടോ ചേർത്തിട്ട് വെറും വയറ്റിൽ കൊടുത്താൽ വളരെ വ്യത്യാസം കണ്ടുവരാറുണ്ട്. പിന്നെ പ്രമേഹം, കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം ഇവയൊക്കെ നമുക്ക് ഇതിൻ്റെ സേവ കൊണ്ട് പിന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം. പ്രമേഹത്തിനോടനുബന്ധിച്ച് കാലുകഴപ്പ്, വെള്ളദാഹം മുതലായവ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അവർക്ക് ഈ കറുകനീര് കഴിക്കുന്നതുകൊണ്ട് നന്നായി മാറിക്കാണുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രക്തം ഉണ്ടാവാനായിട്ട് HB കുറവുള്ള കുട്ടികൾക്ക്, അനീമിയ അഥവാ വിളർച്ചയ്ക്ക് ഈ കറുകനീര് വളരെ ഫലപ്രദമാണ്. ചികിത്സയിലൊക്കെ കറുകപ്പുല്ല് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അവരിത് നീര് കൂടാതെ പൊടിച്ചിട്ട് പൗഡറാക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ശരീരത്തിൻ്റെ pH-നെ റെഗുലേറ്റ് ചെയ്യുന്നു. അതായത് ശരീരത്തിലെ അമ്ലാംശത്തെ, അസിഡിറ്റിയെ കുറച്ചിട്ട് ആൽക്കലൈൻ റെഗുലേറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു മരുന്നാണ്. ശരീരത്തിന് ആസിഡിറ്റി കൂടിയിട്ടാണല്ലോ മിക്ക അസുഖങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ആസിഡിറ്റിയെ കുറയ്ക്കാൻ ഈ കറുകനീര് വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് ഇത് വിഷഗ്നമാണ്. അതായത് ടോക്സിൻസ്, ശരീരത്തിലെ വിഷാണുക്കളെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നു. ഇതിൻ്റെ നീര് കഴിച്ചാൽ ശരിയായ മലശോധന ഉണ്ടാവും, അത് മൂത്രം നന്നായി പോകും. അപ്പം യൂറിനറി ഇൻഫെക്ഷനും അത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ശരീരത്തിൻ്റെ ശുദ്ധി ആക്കും. അതിന് വളരെ മലം നന്നായിട്ട് പോകുന്നതിനും മൂത്രം പുറത്തേക്ക് പോകുന്നതിനും വളരെ നല്ലൊരു മരുന്നാണ്. സാധാരണയായിട്ട് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കാറ്. വെറും വയറ്റിൽ കഴിക്കാൻ ഏറ്റവും ഗുണം കൂടുതൽ. കുട്ടികൾക്ക് ഒരു 5 മില്ലി തൊട്ട് 10 മില്ലി വരെ കൊടുക്കാം. വലിയവർക്ക് ഒരു 10 മില്ലി തൊട്ട് 20 മില്ലി വരെ അത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ നീരെടുക്കണ ഒന്ന് പറയാം. നമ്മുടെ കൈക്ക് ഒരു കൈപ്പിടിയാണ് ഇതിൻ്റെ അളവ്. ഒരാൾക്ക് കഴിക്കാം ഒരു കൈപ്പിടിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് ചെറുതായി നുറുക്കണം. അല്ലെങ്കിൽ നമ്മളത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പിന്നെ ആ മിക്സിയിൽ ആകെ ചുറ്റി പിടിക്കും. അപ്പോൾ ഒന്ന് നുറുക്കിയിട്ട് അരയ്ക്കാം. അതിൽ വെച്ച് അരയ്ക്കാൻ സാധിക്കുന്നവർക്ക് നന്നായിരിക്കും. പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് അരയാൻ കുറച്ച് പ്രയാസമുള്ളൊരു സസ്യമാണ്. അപ്പോൾ നമ്മളിത് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ചെറുതായി നുറുക്കിയിട്ടാകുമ്പോൾ മിക്സിയിൽ അരച്ചാൽ എളുപ്പം ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് നമുക്ക് ചെറുതായി നുറുക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം.
കുറച്ച് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഇതാണ് കറുകപ്പുല്ലിൻ്റെ നീര്. ഇത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ കിടക്കാൻ നേരത്ത് കഴിക്കാം. ആഹാരത്തിന് 1 മണിക്കൂർ മുന്നോ ശേഷമോ കഴിക്കാം. അപ്പോൾ കിടക്കാൻ നേരത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ നല്ലതാണിത്. അതുപോലെ പാല് ചേർത്ത് കഴിക്കാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പാലിൽ കൊടുക്കാം. ഇപ്പോൾ വെറുതെ കഴിക്കാനാണെങ്കിൽ അരുചിയൊന്നുമില്ല, കുടിക്കാൻ നല്ല സുഖമുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ദിവസവും ഈ നല്ല ഉണർവോട് കൂടി ഇരിക്കാനായിട്ട് ഈ ജ്യൂസ് നമുക്ക് ദിവസത്തിൽ ഒരു നേരം കഴിച്ചാൽ ആ ദിവസം മുഴുവൻ നമുക്ക് നല്ല ഉത്സാഹവും ഉണർവും കിട്ടുന്നതായിരിക്കും. അതുപോലെ നാഡീക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ല മരുന്ന് തന്നെയാണ് ഈ കറുകപ്പുല്ലിൻ്റെ നീര്. അതുകൊണ്ട് എല്ലാവരും ഇത് സംരക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. വളരെ നല്ല ഒരു മരുന്നാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഡോക്ടർ സതി, BMS DSM. ഇന്നത്തെ നമ്മുടെ വിഷയം കറുകപ്പുല്ലിനെ കുറിച്ചാണ്. ഇതെല്ലായിടത്തും വ്യാപകമായിട്ട് കാണുന്ന ഒരു ദശപുഷ്പങ്ങളിലെ ഒന്നാമത്തെ സസ്യമാണ് കറുക. ഇത് വളരെ പവിത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ്. ബലി ഹോമാദികൾക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. കൂടാതെ ഗണപതി ഭഗവാന് മാല ചാർത്തുന്നതിന് ഈ കറുകപ്പുല്ലാണ് ഉപയോഗിക്കുന്നത്. വളരെ പവിത്രമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. പുൽച്ചെടികളിൽ രാജാവാണെന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കാം. കൂടാതെ ഇതിൽ ധാരാളം പ്രോട്ടീൻസ്, വൈറ്റമിൻസ്, പൊട്ടാസ്യം, സോഡിയം, കാൽസ്യം എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഒത്തിരി രോഗങ്ങൾക്ക് ഈ കറുകപ്പുല്ല് ഔഷധമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. ദശപുഷ്പങ്ങളിലെ എല്ലാ മരുന്നുകളും ഉപയോഗിക്കുമെങ്കിലും ഏറ്റവും പ്രാധാന്യം കറുകയ്ക്ക് തന്നെയാണ്. ഏറ്റവും ഗുണമുള്ളതും കറുകപ്പുല്ല് തന്നെയാണ്. ഇതിൻ്റെ ബൊട്ടാണിക്കൽ നെയിം സൈനോഡൻ ഡാക്ടിലിയോൺ എന്നാണ്. സംസ്കൃതത്തിൽ ദൂർവ, അനന്ത, ശതപർവ, സഹസ്രവീര്യ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതുപോലെ തമിഴിൽ അർഗൻ പുല്ലെന്ന് പറയും. ഇംഗ്ലീഷിൽ ബർമൂഡ ഗ്രാസ് എന്ന് പറയും. ഇത് സാധാരണ ഇത് പുൽത്തകടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ ചവിട്ടി നടക്കുന്നത് ആരോഗ്യപ്രദമാണെന്നാണ് പറയുന്നത്. അപ്പം ആയുർവേദ രീതിയ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. ശരീരത്തിൻ്റെ ചുട്ടുനീക്കത്തെ കുറയ്ക്കുന്നു. അതായത് പിത്തദോഷത്തെ കുറയ്ക്കുന്നതാണ്. പിത്തദോഷം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ചൂട് അധികമായിരിക്കും, അതുപോലെ ചുട്ടുനീക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ കുറയ്ക്കുന്നതിന് വളരെ നല്ലൊരു ഔഷധമാണിത്. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ചൊറി, ചരിങ്ങ് മുതലായവ ഉണ്ടാവുന്ന കുട്ടികൾക്ക് ഈ കറുകപ്പുല്ലും മഞ്ഞളും കൂടി അരച്ച് തേച്ചാൽ നല്ല ശമനം ഉണ്ടാകുന്നതായി കാണപ്പെടുന്നുണ്ട്. അതുപോലെ ആയുർവേദത്തിൽ ദൂർവാദി കേരം, ദൂർവാദി വെളിച്ചെണ്ണ എന്നൊരു മരുന്നുണ്ട്. അതിൽ മെയിൻ കണ്ടന്റ് ഈ കറുകപ്പുല്ലാണ്. അപ്പോൾ അത് എല്ലാ ത്വക്ക് രോഗങ്ങൾക്കും പുരട്ടാം. വിശേഷിച്ച് ഈ കാലിന് കീഴ്പോട്ട് ചൊറിച്ചിലുണ്ടാവുന്ന എക്സിമ പോലത്തെ രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ തലയിൽ താരനും പുരട്ടാം ദൂർവാദി കേരം.
പിന്നെ ഈ ഔഷധം സ്തംഭനമാണെന്ന് പറയും. സ്തംഭനം എന്ന് വെച്ചാൽ രക്തസ്രാവത്തെ കുറയ്ക്കുന്നു, തടഞ്ഞു നിർത്തുന്നു. അതായത് സ്ത്രീകളിൽ സമയത്ത് അമിത രക്തസ്രാവം ഉണ്ടാവുന്നു, അതിനെ കുറയ്ക്കുന്നതിന് വളരെ നല്ലൊരു മരുന്നാണിത്. അതുപോലെ പെൺകുട്ടികൾക്ക് ഈ വെള്ളപ്പൊക്കമുള്ള ലൂക്കേറിയുള്ള കുട്ടികൾക്കും കൊടുക്കാം. പിന്നെ ചില സ്ത്രീകളിൽ ഗർഭിണിയാവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അബോർഷൻ ഉണ്ടാവണം, അവർക്ക് ഈ കറുകാനീര് കഴിക്കുന്നത് വളരെ ഫലപ്രദമായി കണ്ടുവരാറുണ്ട്. പിന്നെ ബ്ലീഡിങ് പൈൽസ്, അതായത് രക്താർസിസ്, മൂലക്കുരുവുള്ളവർക്ക് രക്തം പോകുന്നതിന് കറുകനീര് കുടിച്ചാൽ വളരെ പ്രയോജനമാണ്, പെട്ടെന്ന് തന്നെ കുറയുന്നതായി കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ണിന് ചുവപ്പുണ്ടാവുക, കണ്ണിന് വെള്ളം വരിക, കണ്ണിൻ്റെ എല്ലാ അസുഖത്തിനും ഇതുകൊണ്ടൊരു മരുന്ന് ആയുർവേദത്തിൽ ഉണ്ടാക്കുന്നുണ്ട്, ദൂർവാഹൃതം എന്ന് പറയും. ദൂർവാദിഹൃതം, അത് കണ്ണിൻ്റെ എല്ലാ രോഗങ്ങൾക്കും, അത് ഇപ്പോൾ കണ്ണിന് ചതവ് മുറിവ് ഒക്കെ പറ്റുകയാണെങ്കിൽ ഈ ദൂർവാദിഹൃതം വെച്ച് ബാൻഡേജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ അത് 2 തുള്ളി വീതം കണ്ണിൽ ഇറ്റിക്കാറുണ്ട്. അത് ആയുർവേദത്തിൽ നല്ലൊരു മരുന്നാണത് കണ്ണിന്. കൂടാതെ പല്ലിന് നല്ല ബലം ഉണ്ടാകുന്നതിന്, മോണയിൽ നിന്നൊക്കെ രക്തം വരുന്നതിന് ഇതിൻ്റെ ഇല നമ്മൾ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കാം. പിന്നെ ഇതിൻ്റെ നീര് കഴിക്കുകയും ചെയ്യാം. അതുപോലെ ഈ ചൂട് കൂടിയിട്ട് ചില ആളുകൾക്ക് മൂക്കിൽ നിന്നൊക്കെ രക്തം ശ്രവിക്കാറുണ്ടല്ലോ, അവർക്ക് ഈ കറുകനീര് 2 തുള്ളി വീതം 2 മൂക്കിലിരിക്കുകയും അത് തന്നെ അരച്ച് പേസ്റ്റാക്കിയിട്ട് തളം വയ്ക്കാം. അത് തന്നെ ഉള്ളിലേക്ക് കൊടുക്കുകയും ചെയ്യാം. അത് പെട്ടെന്ന് തന്നെ ആ രക്തസ്രാവം അതുകൊണ്ട് തന്നെ മാറപ്പെടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. കൂടാതെ ഇത് വ്രണരോഗമാണ്. വ്രണരോഗം എന്ന് വെച്ചാൽ അൾസർ, വയറിൽ അൾസറൊക്കെ എന്തെങ്കിലും ഇത് നീര് കഴിക്കുന്നത് നന്നായിരിക്കും. അതുപോലെ ഉണങ്ങാത്ത മുറിവിനൊക്കെ ഇത് നല്ല വെള്ളം തൊടാതെ അരച്ചിട്ട് വച്ച് കെട്ടിയാലും മതി. അപ്പോൾ ഈ വ്രണങ്ങൾ ഉണങ്ങുന്നതിന് വളരെ വിശേഷ സ്വഭാവമുണ്ട് കറുകപ്പൊടി. പിന്നെ ഇതിലേക്ക് സ്നിഗ്ധമാണ്, അതായത് ശരീരബലത്തെ ഏറ്റവും കൂട്ടുന്ന ഒരു ദ്രവ്യമാണിത്. മസ്തിഷ്ക രോഗങ്ങളിൽ, ഉന്മാദം, അപസ്മാരം എന്നീ രോഗങ്ങൾക്കും ഇത് ഉപയോഗിക്കാറുണ്ട്. നാഡീ ഞരമ്പുകൾക്ക് നല്ല ബലം കിട്ടുന്നതിന് ഇതിൻ്റെ ഉപയോഗം വളരെ ഫലപ്രദമാണ്. അൽഷിമേഴ്സിനൊക്കെ കൊടുക്കാം. അതുപോലെ ഈ പാർക്കിൻസൺസ് ഡിസീസ്, വിറവാദം എന്ന് പറയും, അത് സാധാരണ അതിന് മരുന്ന് കുറവാണ്. ഈ കറുകപ്പുല്ലിൻ്റെ നീര് കഴിച്ച് ഇരുന്നാൽ അതിന് നല്ല മാറ്റം വരുന്നതായി കണ്ടിട്ടുണ്ട്, പാർക്കിൻസൺസ് ഡിസീസ്. കൂടാതെ ഇത് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അസുഖങ്ങളെ മാറ്റുന്ന ഒരു സസ്യമാണ് ശരിക്കും ഈ കറുകപ്പുല്ല്. അതായത് ബുദ്ധിയെ വർദ്ധിപ്പിക്കുന്നു. ഈ മന്ദബുദ്ധികളായ കുട്ടികളില്ലേ, അവർക്ക് ഇതിൻ്റെ നീര് കുറച്ച് പാല് ചേർത്തോ അല്ലെങ്കിൽ തേനോ കൽക്കണ്ടോ ചേർത്തിട്ട് വെറും വീട്ടിൽ കൊടുത്താൽ വളരെ വ്യത്യാസം കണ്ടുവരാറുണ്ട്. പിന്നെ പ്രമേഹം, കൊളസ്ട്രോള്, രക്തസമ്മർദ്ദം ഇവയൊക്കെ നമുക്ക് ഇതിൻ്റെ സേവ കൊണ്ട് പിന്നെ നിയന്ത്രിച്ചു കൊണ്ടുപോകാം. പ്രമേഹത്തിനോടനുബന്ധിച്ച് കാലുകഴപ്പ്, വെള്ളദാഹം മുതലായവ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അവർക്ക് ഈ കറുകനീര് കഴിക്കുന്നതുകൊണ്ട് നന്നായി മാറി കാണുന്നതായിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രക്തം ഉണ്ടാവാനായിട്ട് HB കുറവുള്ള കുട്ടികൾക്ക്, അനീമിയ അഥവാ വിളർച്ചയ്ക്ക് ഈ കറുകനീര് വളരെ ഫലപ്രദമാണ്. ചികിത്സയിലൊക്കെ കറുകപ്പുല്ല് ധാരാളമായി ഉപയോഗിക്കുന്നുണ്ട്. അവരിത് നീര് കൂടാതെ പൊടിച്ചിട്ട് പൗഡറാക്കിയിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ശരീരത്തിൻ്റെ pH-നെ റെഗുലേറ്റ് ചെയ്യുന്നു. അതായത് ശരീരത്തിലെ അമ്ലാംശത്തെ, അസിഡിറ്റിയെ കുറച്ചിട്ട് ആൽക്കലൈൻ റെഗുലേറ്റ് ചെയ്യാൻ വളരെ നല്ലൊരു മരുന്നാണ്.
ശരീരത്തിന് ആസിഡിറ്റി കൂടിയിട്ടാണല്ലോ മിക്ക അസുഖങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ആസിഡിറ്റിയെ കുറയ്ക്കാൻ ഈ കറുകനീര് വളരെ ഫലപ്രദമാണ്. ഇതിൻ്റെ മറ്റൊരു ഗുണമാണ് ഇത് വിഷഗ്നമാണ്. അതായത് ടോക്സിൻസ്, ശരീരത്തിലെ വിഷാണുക്കളെ പുറത്തേക്ക് കളയാൻ സഹായിക്കുന്നു. ഇതിൻ്റെ നീര് കഴിച്ചാൽ ശരിയായ മലശോധന ഉണ്ടാവും, അത് മൂത്രം നന്നായി പോകും. അപ്പം യൂറിനറി ഇൻഫെക്ഷനും അത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ ശുദ്ധി ആക്കും. അതിന് വളരെ മലം നന്നായിട്ട് പോകുന്നതിനും മൂത്രം പുറത്തേക്ക് പോകുന്നതിനും വളരെ നല്ലൊരു മരുന്നാണ്. ഇത് സാധാരണയായിട്ട് നമ്മൾ വെറും വയറ്റിലാണ് കഴിക്കാറ്. വെറും വയറ്റിൽ കഴിക്കാൻ ഏറ്റവും ഗുണം കൂടുതൽ. കുട്ടികൾക്ക് ഒരു 5 മില്ലി തൊട്ട് 10 മില്ലി വരെ കൊടുക്കാം. വലിയവർക്ക് ഒരു 10 മില്ലി തൊട്ട് 20 മില്ലി വരെ അത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ നീരെടുക്കണ ഒന്ന് പറയാം. നമ്മുടെ കൈക്ക് ഒരു കൈപ്പിടിയാണ് ഇതിൻ്റെ അളവ്. ഒരാൾക്ക് കഴിക്കാൻ ഒരു കൈപ്പിടിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊന്ന് ചെറുതായി നുറുക്കണം. അല്ലെങ്കിൽ നമ്മളത് മിക്സിയിലിട്ട് അടിക്കുമ്പോൾ പിന്നെ ആ മിക്സിയിൽ ആകെ ചുറ്റി പിടിക്കും. അപ്പോൾ ഒന്ന് നുറുക്കിയിട്ട് അരയ്ക്കാം. അതിൽ വെച്ച് അരയ്ക്കാൻ സാധിക്കുന്നവർക്ക് നന്നായിരിക്കും. പക്ഷെ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇത് അരയാൻ കുറച്ച് പ്രയാസമുള്ള ഒരു സസ്യമാണ്. അപ്പോൾ നമ്മളിത് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാൻ. അപ്പോൾ ഇതിങ്ങനെ ചെറുതായി നുറുക്കിയിട്ടാകുമ്പോൾ മിക്സിയിൽ അരച്ചാൽ എളുപ്പം ഇതിൻ്റെ ജ്യൂസ് എടുക്കാം. ഇത് നമുക്ക് ചെറുതായി നുറുക്കി ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരയ്ക്കണം. കുറച്ച് വെള്ളം ചേർക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് ഇതാണ് കറുകപ്പൂവിൻ്റെ നീര്. ഇത് നമുക്ക് വെറും വയറ്റിൽ കുടിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അപ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ കിടക്കാൻ നേരത്ത് കഴിക്കാം. ആഹാരത്തിന് 1 മണിക്കൂർ മുന്നേ ശേഷമോ കഴിക്കാം. അപ്പോൾ കിടക്കാൻ നേരത്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഉറക്കം കിട്ടാൻ നല്ലതാണിത്. അതുപോലെ പാല് ചേർത്ത് കഴിക്കാം. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ കൽക്കണ്ടോ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പാലിൽ കൊടുക്കാം. ഇപ്പോൾ വെറുതെ കഴിക്കാനാണെങ്കിൽ അരുചിയൊന്നുമില്ല, കുടിക്കാൻ നല്ല സുഖമുള്ള ഒരു ജ്യൂസാണ്. അപ്പോൾ നമുക്ക് ദിവസവും ഈ നല്ല ഉണർവോട് കൂടി ഇരിക്കാനായിട്ട് ഈ ജ്യൂസ് നമുക്ക് ദിവസത്തിൽ ഒരു നേരം കഴിച്ചാൽ ആ ദിവസം മുഴുവൻ നമുക്ക് നല്ല ഉത്സാഹവും ഉണർവും കിട്ടുന്നതായിരിക്കും. അതുപോലെ നാഡീക്ഷീണം മാറ്റാൻ ഏറ്റവും നല്ല മരുന്ന് തന്നെയാണ് ഈ കറുകപ്പൂവിൻ്റെ നീര്. അതുകൊണ്ട് എല്ലാവരും ഇത് സംരക്ഷിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം. വളരെ നല്ല ഒരു മരുന്നാണിത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.